ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ടേസ്റ്റി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡ് കാരമൽ പുഡിംഗ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പി. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു 4 ബ്രെഡ് അതിൻ്റെ സൈഡുകളെല്ലാം കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനായും തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ് പഞ്ചസാര. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരം കൂടുതലുള്ള ഒന്നാണല്ലോ പുഡിംഗ്. ഇനി ഇതിലേക്ക് നമ്മൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുട്ട ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിൽ അടിക്കുമ്പോൾ നന്നായിട്ട് മിക്സായിക്കോളും. പിന്നെ ഒരു 6 ഏലക്കായ നന്നായിട്ട് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡും പാൽപ്പൊടി അതുപോലെ വനില എസൻസും എല്ലാം കൂടി നല്ല ഫ്ലേവറാണ് കേട്ടോ. നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ പുഡിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് പാല് ചേർത്ത് കൊടുക്കണം. അത് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കാച്ചിയതല്ല, തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പുഡിങ്. അപ്പോൾ അതെന്തായാലും വേവുമല്ലോ. അപ്പോൾ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചേർത്താൽ മതി. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പാൽ കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒരു 1.5 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള കാരമൽ ഉണ്ടാക്കുകയാണ്. അതിന് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് അവിടെ നിന്ന് ഉരുകി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ ഈ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര അവിടെ ഇരുന്ന് ഉരുകി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ടിപ്പോൾ മാറിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ നോക്കണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും. ഭയങ്കര കയ്പ്പായിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാര ഏകദേശമൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് കുറച്ചുകൂടി കളറ് മാറി വരണം കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഈ കാരമൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് കുറച്ചധികം നേരം പുറത്ത് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതം മുഴുവനായും തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനി അതിൽ വല്ല എയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേറൊരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. അതിൻ്റെ ആവി വരുമ്പോൾ ആവിയൊന്നും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊരു 30-35 മിനിറ്റോളം നമുക്കിത്
സ്റ്റീം ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് പതുക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പതുക്കെ തട്ടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെറീസ് അരിഞ്ഞു കൊടുത്തിട്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.